നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണ് എങ്കിൽ നിങ്ങളുടെ ഫേസ് കാണിക്കാതെ വോയിസ് ഡബ് ചെയ്യാതെ സ്ക്രിപ്റ്റ് മാത്രം കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ വീഡിയോ നിർമ്മിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം, പല വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കാം. പക്ഷേ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇതിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. 10ാം ക്ലാസ്സിൽ എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, പഴയ വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ ഞാൻ ഇതുപോലെ ഒരു ചെറിയ AI വീഡിയോ ഉണ്ടാക്കി അതിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത്. ആ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും നമസ്കാരം. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടക്കുളം ഗുരുകുലം ഹൈസ്കൂൾ വാട്സ്ആപ്പ് കൂട്ടായ്മയായ 10B 8788 ഇതിനോടകം ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. വിനോദ്, മനോജ്, സൈമൺ, എബി എം തോമസ്, സാബു കുമാർ, അജിത്ത് ആനന്ദ്, സുഭാഷ്, രതീഷ്, ബ്ലസ്സൻ, റോയ്, എബി മോൻ, സജി ഷാമുവേൽ, രഞ്ജിത്ത് കെ തോമസ്, അനു എബ്രഹാം, സജി കുളങ്ങര എന്നിങ്ങനെ പ്രഗത്ഭരായ പലരും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. കാലിഫോർണിയയിൽ നടന്ന ചടങ്ങിൽ ഈ വർഷത്തെ ഏറ്റവും നല്ല ഗ്രൂപ്പിനുള്ള മാർക്ക് സുക്കർബർഗ് അവാർഡ് അഡ്മിൻമാരായ രഞ്ജിത്ത് കെ തോമസും അജിത്ത് ആനന്ദും ചേർന്ന് ഏറ്റുവാങ്ങി. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. വെറുതെ ടൈം പാസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷെങ്കിൽ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു അവതാരക ഓരോ ഗ്രൂപ്പ് മെമ്പറിൻ്റെ പേര് പറയുന്നു, ഈ ഗ്രൂപ്പിന് അവാർഡ് കിട്ടിയെന്നൊക്കെ ഒരു തമാശ രൂപത്തിലാണെങ്കിൽ പോലും അത് അവതരിപ്പിച്ചപ്പോൾ അവർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല വീഡിയോസ് ഉണ്ടാക്കി ഇതുപോലെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബിലാണെങ്കിലും, അതായത് ന്യൂസ് ചാനലായിട്ടോ, അല്ലെങ്കിൽ മൂവി റിവ്യൂ, അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ ടോക്ക്, അതുപോലുള്ള കാറ്റഗറിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും യൂട്യൂബിൽ. അപ്പോൾ അത് എങ്ങനെയാണ് സാധിക്കുന്നത്? വളരെ സിമ്പിളാണിത്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഇതിന്. AI വളരെ സിമ്പിളാണ്. ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ കാണിച്ചു തരാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് DID എന്ന സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആകുന്നതാണ്. മുകളിൽ റൈറ്റ് സൈഡിലായി കാണുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് സൈഡിൽ ലോഗിൻ എന്നൊരു ഓപ്ഷനും ഉണ്ട്. അതിൽ ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആകുന്നു. അതിൽ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഞാനത് സെലക്ട് ചെയ്തപ്പോൾ DIDയുടെ മെയിൻ പേജ് ഓപ്പണായി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെ നമ്മുടെ ലോഗിൻ ചെയ്ത ഗൂഗിൾ ID കാണാൻ സാധിക്കും. അതിൽ 20 ക്രെഡിറ്റ്സ് ലെഫ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഫ്രീ ആയി ആപ്ലിക്കേഷൻ 20 ക്രെഡിറ്റ്സ് തരുന്നുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മാക്സിമം ഫ്രീ ആയിട്ട്. തൽക്കാലം അത് പരമാവധി ഉപയോഗിച്ച് ഫ്രീ ആയി വീഡിയോ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ക്രെഡിറ്റ്സ് എല്ലാം നമ്മുടെ തീർന്നുവെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേറെ ഗൂഗിൾ അക്കൗണ്ട് വഴി DIDയിൽ കയറി ഇതുപോലെ ലോഗിൻ ചെയ്ത് വീണ്ടും ഫ്രീ ക്രെഡിറ്റ്സ് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുകളിൽ ക്രിയേറ്റ് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ടായി ഒരു പ്രസൻറ്ററുടെ ഇമേജ് നമുക്കിതിൽ കാണാൻ സാധിക്കും. പ്രസൻറ്ററെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. താഴെ ചൂസ് എ പ്രസൻറ്റർ എന്ന ഓപ്ഷൻ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫേസ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഫീമെയിൽ അവതാരകയെ സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ വേണ്ട, ഇത് നോക്കിയാലോ, ഇതും വേണ്ട, ഇതോ വേണ്ട, ഈ ബ്ലൂ ഡ്രസ്സിലുള്ള അവതാരക ഓക്കെയാണ്. ഞാനത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ക്രിപ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ടോപ്പ് റൈറ്റ് സൈഡിൽ സ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ മലയാളത്തിൽ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് എന്താണോ നമുക്ക് ഈ അവതാരകയെ കൊണ്ട് ഫ്രീ ആയിട്ട് പറയിപ്പിക്കേണ്ടത് അത് ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ നമസ്കാരം, എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്ക് അവതാരക റെഡിയാണ്, സ്ക്രിപ്റ്റ് റെഡിയാണ്. ഇനി താഴെ ലാംഗ്വേജ് എന്ന ഓപ്ഷനിൽ മലയാളം, ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. അതിന് താഴെ വോയിസ് ഫീമെയിൽ ആയതുകൊണ്ട് ശോഭന എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 ഓപ്ഷനുണ്ട്. മെയിൽ വോയിസിന് മിഥുൻ എന്ന ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശോഭന എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നാം എഴുതിയ സ്ക്രിപ്റ്റ് നമുക്ക് പ്രസൻറ്ററെ കൊണ്ട് മലയാളത്തിൽ വായിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം സെറ്റായിരിക്കുകയാണ്. അവതാരക റെഡി, സ്ക്രിപ്റ്റ് റെഡി, വോയിസ് റെഡി. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന ജനറേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ പോപ്പപ്പായി കാണുന്നതാണ്. വീഡിയോ ജനറേറ്റ് ചെയ്യാൻ
കൺഫർമേഷൻ ചോദിക്കുകയാണ് വീണ്ടും. അതിൽ നമുക്ക് കാണാൻ സാധിക്കും 1 ക്രെഡിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഈ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ 20 ഫ്രീ ക്രെഡിറ്റിൽ നിന്നും 1 ക്രെഡിറ്റ് നമ്മൾ യൂസ് ചെയ്തു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ താഴെ ജനറേറ്റ് വീഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ വി ഹാവ് സക്സസ്ഫുള്ളി ജനറേറ്റഡ് യുവർ വീഡിയോ എന്ന് കാണിക്കും. താഴെ ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് വീഡിയോ നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുകയാണ്. നമസ്കാരം, എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. ഇതുപോലെ ഏത് ടൈപ്പ് സ്ക്രിപ്റ്റും നിങ്ങൾ എഴുതി കൊടുത്താൽ വീഡിയോയായി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഡൗൺലോഡ് ചെയ്ത വീഡിയോയ്ക്ക് കൈൻമാസ്റ്ററിൽ പോയി ടൈറ്റിലും ബ്രേക്കിംഗ് ന്യൂസ് എന്ന് താഴെ സ്ക്രോൾ ചെയ്യുന്നതായിട്ടും ഒക്കെ എഡിറ്റ് ചെയ്ത് കൂടുതൽ ആ വീഡിയോ നമുക്ക് മനോഹരമാക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.